സെലിബ്രേഷൻ ഓഫ് ഇവാഞ്ചലൈസേഷൻ ഈ ശുശ്രൂഷയുടെ 13ാം ദിനത്തിൽ നമ്മളായിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ കൊയ്ത്തുകാരായി പരിശുദ്ധാത്മ നമ്മൾ വിളിച്ചിരിക്കുകയാണ്. ഈ കൊയ്ത്തുകാലത്ത് അനേകം കൊയ്ത്തുകാരെ കർത്താവിന് ആവശ്യമുണ്ട്. ഈ തലമുറയിൽ എന്നെയും നിങ്ങളെയുമാണ് പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ കൊയ്ത്തുകാരായി. ഈ കൊയ്ത്തുത്സവത്തിൽ നമ്മെ കർത്താവ് നിയോഗിച്ചിരിക്കുകയാണ്. എത്ര ഉന്നതമായൊരു പദവിയാണ് എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നൊരു വചനമുണ്ട്. തൻ്റെ ശുശ്രൂഷയ്ക്കായി കർത്താവിനെ നിയമിച്ചുകൊണ്ട് അവിടുന്ന് തന്നെ വിശ്വസ്തനായി കണക്കാക്കി. കർത്താവ് നമ്മളെ വിശ്വസ്തരായി കണക്കാക്കിയത് കൊണ്ടാണ് ഇന്ന് കർത്താവിനും കർത്താവിൻ്റെ സത്യവചനത്തിനുമായി നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നത്. ഇത് കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പാണ്. ഇത് കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. കർത്താവിന് നമ്മോടുള്ള സ്നേഹമാണ്. സഹോദരങ്ങളെ, ഈ തെരഞ്ഞെടുപ്പിനെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. കർത്താവേ, ഈ തലമുറയിൽ ദൈവവചനത്തിന്റെ കൊയ്ത്തുകാരായി ഞങ്ങളെ തെരഞ്ഞെടുത്ത വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മാർത്ഥതയോടെ കർത്താവിനോട് നന്ദി പറയുവാനുള്ള സമയമാണിത്. ഈ ദിനങ്ങളിൽ അനേകം കുടുംബങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്തു. ദൈവവചനത്തിന്റെ ശക്തമായ കൃപകൾ നൽകി അനേകരെ കർത്താവ് ഉണർത്തി. നമുക്കതിനെല്ലാം ഓർത്ത് അവിടുത്തോട് നന്ദിയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, പ്രവചനങ്ങളുടെ പൂർത്തീകരണ നാളുകളിലാണ് നമ്മളായിരിക്കുന്ന ഈ നാളുകൾ. നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും മുൻകൂട്ടി പറയപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന നാളുകളിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ പ്രവചന പൂർത്തീകരണങ്ങൾ എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണത്തിന് അത്യാവശ്യകതയാണ്. കർത്താവിന്റെ വചനം കൊടുത്ത് ഈ തലമുറയെ നിത്യജീവനായി നേടേണ്ടതിന്റെ പ്രാധാന്യത്തിലേക്കാണ് ഈ പ്രവചന പൂർത്തീകരണങ്ങളെല്ലാം നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഈ ദർശനമുണ്ടാകണം. അവിചാരിതമായിട്ടുള്ള കാര്യങ്ങളല്ല ഇന്ന് ലോകത്തിൽ ഇന്ന് സംഭവിക്കുന്നത്. ലോകത്തിലെ സഭയിൽ നമ്മൾ കാണുന്ന ഈ മാറ്റങ്ങളും പ്രതിഭാസങ്ങളും അടയാളങ്ങളെല്ലാം പ്രവചനങ്ങളുടെ പൂർത്തീകരണങ്ങളാണ്. ഈ പൂർത്തീകരണങ്ങൾ നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വരിക. ദൈവവചനത്തിന്റെ കൊയ്ത്തുത്സവത്തിൽ വചനത്തിന്റെ കൊയ്ത്തുകാരായി നമ്മൾ അഭിഷേകം ചെയ്യപ്പെടുവാൻ നമ്മെ തന്നെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കുക. യെസ്, ഇതൊരു കമ്മിറ്റ്മെന്റിനുള്ള സമയമാണ്. നമ്മുടെ സമർപ്പണത്തെ നവീകരിക്കുവാനുള്ള സമയം. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിനും അവിടുത്തെ വചനത്തിനുമായി സമർപ്പിക്കണം. നമ്മുടെ തലമുറകളെ സമർപ്പിക്കണം. നമ്മുടെ കഴിവുകൾ, സാധ്യതകൾ, അവസരങ്ങളെ എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി സമർപ്പിക്കുവാനുള്ള സമയമാണ് പ്രവചനങ്ങളുടെ പൂർത്തീകരണ നാളുകൾ. സഹോദരങ്ങളെ, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾ കാണുന്നുണ്ട്. അത് നമ്മൾ വെറുതെ കാണാൻ വേണ്ടിയല്ല, കർത്താവിൻ്റെ വേല ചെയ്യാൻ ആത്മാവ് നിങ്ങളെ ഉണർത്തുന്നുവെങ്കിൽ മടിക്കരുത്, സംശയിക്കരുത്. നിങ്ങൾ ഈ നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്യണം. ഐ ആം റെഡി. കർത്താവിൻ്റെ വേലയ്ക്ക് ഞാൻ തയ്യാറാണ്. സുവിശേഷ വേലയ്ക്ക് ഞാൻ എനിക്ക് സന്തോഷമാണത്. കുടുംബമായി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ, കർത്താവിൻ്റെ വചനം കൊടുക്കാൻ, അനേകർക്ക് ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കാൻ, കർത്താവിനായി അനേകർ ഇവാഞ്ചലൈസ് ചെയ്യാൻ എൻ്റെ കഴിവുകൾ, എൻ്റെ സാധ്യതകൾ, എൻ്റെ അവസരങ്ങൾ, എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ സ്വാധീനങ്ങളെല്ലാം സമർപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ്. ആ ഒരു ഉണർവ്, പ്രേരണ ലഭിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ ആ വാട്സപ്പിൽ നിങ്ങളുടെ ആ സമർപ്പണം നിങ്ങൾ അറിയിക്കണം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഈ തലമുറയെ കർത്താവിനായി നേടാം. സഹോദരങ്ങളെ, യൂദായുടെ ലേഖനം 1-ാം അധ്യായം 17-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരാൽ
മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുവിൻ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും പ്രവചന വചനങ്ങളെ ഓർക്കുവാനായി ആത്മാവ് നമ്മോട് പറയുകയാണ്. വചനത്തിന്റെ കൊയ്ത്തുത്സവ നാളുകളിൽ ദൈവവചനത്തിന് മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ദിനങ്ങളിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ അടയാളങ്ങൾ എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ആത്മാക്കളെ നേടുക, ആത്മാക്കളെ രക്ഷ, ആത്മാക്കളെ രക്ഷ, ഇവാഞ്ചലൈസേഷൻ, സുവിശേഷ വേല. അനേകർക്ക് കർത്താവിനെ കൊടുക്കണം, വചനം കൊടുക്കണം. ഇതിന്റെ പ്രാധാന്യതയിലേക്കാണ് സഹോദരങ്ങളെ ഈ പ്രവചന അടയാളങ്ങൾ വെളിച്ചം വീശുന്നത്. വീണ്ടും പത്രോസ്ലിഹ സഭയെ പഠിപ്പിക്കുന്നു. താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. വിശുദ്ധ പ്രവാചകന്മാരുടെ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവായ രക്ഷകന്റെ കൽപ്പനയും നിങ്ങൾ അനുസ്മരിക്കുവിൻ, നിങ്ങൾ ഓർക്കുവിൻ. പ്രവാചകന്മാരിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന പ്രവചന വചനങ്ങൾ രക്ഷാകര ചരിത്രത്തിൽ എക്കാലവും ഈ വചനങ്ങൾക്ക് പ്രസക്തിയുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ആ പ്രവാചക വചനങ്ങൾ നിവൃത്തിയാക്കപ്പെടുന്നത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക, ലൈവായി കണ്ടുകൊണ്ടിരിക്കുക. താനികാലിക സംഭവങ്ങളിലൂടെ ലോകരാജ്യങ്ങൾ നടക്കുന്ന മാറ്റങ്ങള്, ചില പ്രതിഭാസങ്ങള്, ഇതൊന്നും അവിചാരിതങ്ങളല്ല. ഇതെല്ലാം ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണങ്ങളാണെന്ന് ആത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. യെസ്, ഇത് പൂർത്തീകരണ നാളുകളാണ്. നിങ്ങളതെല്ലാം അനുസ്മരിക്കണം, നിങ്ങളതെല്ലാം ഓർക്കണം. നമ്മുടെ കർത്താവായ യേശു പറഞ്ഞിരിക്കുന്ന പ്രൊഫസീസ്, പ്രവചനങ്ങൾ, അപ്പോസ്തലന്മാരാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ ബൈബിൾ ഇതൊരു പ്രവചന പുസ്തകമല്ല. എന്നാൽ അനേകം പ്രവചനങ്ങൾ പരിശുദ്ധ ബൈബിളിലുണ്ട്. വ്യക്തികളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ജനതകളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ലോകത്തെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഈ ലോകത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ പ്രവചന സത്യങ്ങൾ പരിശുദ്ധ ബൈബിളിലുണ്ട്. ഇതെത്ര ശ്രേഷ്ഠമാണ്! കർത്താവിന്റെ വചനങ്ങൾ എത്ര വിശ്വാസ യോഗ്യമാണ്! കാരണം ഇത് മനുഷ്യരാൽ എഴുതപ്പെട്ടതല്ല. ഇതിൽ ഓരോ വചനവും ദൈവനിവേശിതമാണ്. പരിശുദ്ധ ബൈബിളിന്റെ റൈറ്റർ പരിശുദ്ധാത്മാവാണ്, ഹോളി സ്പിരിറ്റ് ആണ്. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. പരിശുദ്ധ വചനങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു, തിരുവചനങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ സഭയെ പഠിപ്പിക്കുന്നത് തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 20-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. ഒരുമിച്ച വചന ഉച്ചത്തിൽ പറഞ്ഞ്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന പ്രവചന വചനങ്ങൾ നമുക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നമ്മൾ അതിനെ ആദരിക്കണം. കർത്താവിന്റെ നിർമ്മലമായ വചനങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. പ്രവചന വചനങ്ങൾ നമ്മൾ സ്നേഹിക്കണം. അത് നമുക്കായി നൽകപ്പെട്ട കർത്താവിന്റെ ആലോചനകളാണ്. ഇതെല്ലാം ഇന്ന് രക്ഷാകര ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ഈ വചനങ്ങളെല്ലാം നിറവേറപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മളായിരിക്കുന്ന ഈ തലമുറയിൽ നല്ലൊരു ശതമാനം നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എത്ര ലൈവായിട്ടാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇത് വെറും ഒരു കഥാപുസ്തകമല്ല സഹോദരങ്ങളെ. ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനങ്ങളാണ്. വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല.
ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനങ്ങൾ മാറിപ്പോകില്ല എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. വേർഡ് ഓഫ് ഗോഡ്, വേർഡ് ഓഫ് ഗോഡ്, ജീവനുള്ള വചനം, സത്യത്തിന്റെ വചനം. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന വളരെ ശക്തമായൊരു വചനമാണത്. ദൈവവചനത്തിന്റെ കൊയ്ത്തുകാരായി സ്വർഗം നമ്മളെ നിയോഗിക്കുമ്പോൾ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ശ്രദ്ധയോടെ ഈ വചനങ്ങൾ കേൾക്കണം. സാധിക്കുന്നവർ പരിശുദ്ധ ബൈബിൾ കൈകളിൽ എടുക്കണം. ഓരോ വചനവും നമ്മൾ ഒന്നിച്ചു വായിച്ച് ആ വചനത്തിന് കൃപ നിങ്ങൾ സ്വീകരിക്കണം. കർത്താവേ, അങ്ങയുടെ വചനത്തിനായി വ്യക്തിപരമായി കുടുംബമായി എന്നെ അഭിഷേകം ചെയ്യണമേ. ഒന്നിച്ച് ദൈവവേല ചെയ്യാൻ ഞങ്ങളുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവെ അഭിഷേകം ചെയ്യണമേ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഹൃദയം നുറുങ്ങി നുറുങ്ങി കർത്താവിന്റെ നാമം വിളിച്ചുകൊണ്ടിരിക്കും. ശക്തമായ അഭിഷേകം പകരുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ജീവിതങ്ങളിലേക്ക് പകർച്ച കർത്താവ് കൊടുക്കുക. ഈ അഭിഷേകത്തിന് നിറവ് കൊടുക്കുക. പ്രാപിച്ചോ, പ്രാപിച്ചോ. യെശയ്യാ പ്രവചനം 42:9 ഒരുമിച്ച് ശ്രദ്ധയോടെ വചനം വായിച്ച്, പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. മുളപൊട്ടുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് തരുന്നു. പരിശുദ്ധ വചനം പറയുന്നു, പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി. ലോക ചരിത്രത്തിൽ, സഭാ ചരിത്രത്തിൽ ഈ പ്രവചനങ്ങൾ മുളപൊട്ടുന്നതിന് മുൻപ്, ഈ പ്രവചനങ്ങൾ സംഭവിക്കുന്നതിനേക്കാൾ മുൻപ് ഞാൻ നിങ്ങളോടത് പ്രസ്താവിച്ചിരിക്കുന്നു. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിക്കപ്പെട്ട പ്രവചനങ്ങള് ഈ തലമുറയിൽ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ദൈവവചനത്തിന്റെ സത്യങ്ങളെ ആർക്കും അതിനെ അവിശ്വസിക്കാൻ പറ്റുകയില്ല. വചനം അറിയുന്നൊരു ദൈവ പൈതലിനെ, ദൈവവചനത്തെ തള്ളിക്കളയാൻ പറ്റുകയില്ല. ലോക ചരിത്രത്തിൽ ഈ പ്രവചനങ്ങൾ സംഭവിക്കുന്നതിനേക്കാൾ മുൻപ്, അത് മുളപൊട്ടുന്നതിനേക്കാൾ മുൻപ് ഞാൻ നിങ്ങളോടത് പ്രസ്താവിക്കുന്നു. എത്ര പ്രവചന സത്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചില പ്രവചനങ്ങൾ കാണും, ഇതെല്ലാം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളതാ. എന്നാൽ ഈ പ്രവചനങ്ങൾ നിറവേറപ്പെടുന്നത് നമ്മുടെ തലമുറയിൽ. എത്ര സത്യമാണ് കർത്താവിന്റെ വചനം. മുളപൊട്ടുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് അറിവ് തരുന്നു, ഞാൻ നിങ്ങളോടത് പ്രസ്താവിക്കുന്നു. ഇത്ര ആധികാരികമായി മറ്റൊരു പുസ്തകം വേറെയുണ്ട് സഹോദരങ്ങളെ. ഇത്ര ശക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പുസ്തകം വേറെയുണ്ടോ? ഇത് കർത്താവിന്റെ പുസ്തകമാണ്, ദ ബുക്ക് ഓഫ് ദ ലോർഡ്. ഇതിലെല്ലാം ഉണ്ടെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുക. യെശയ്യാ പ്രവചനം 34-ാം അധ്യായം 16-ാമത്തെ വചനം. പരിശുദ്ധ വചനം പറയുന്നു, കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കുക. അവയിലൊന്നും കാണാതിരിക്കുകയില്ല. ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കണം. അനേകം പ്രവചനങ്ങൾ വ്യക്തികളെ കുറിച്ച്, രാജ്യങ്ങളെ കുറിച്ച്, ജനതകളെ കുറിച്ച്, ലോകത്തെക്കുറിച്ചുള്ള ഒത്തിരി പ്രൊഫസീസ്, ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, സഭയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അന്ത്യകാല സംഭവങ്ങൾ, കർത്താവിന്റെ 2ാം വരവുമായി ബന്ധപ്പെട്ടുള്ള പ്രവചനങ്ങൾ, ഇതെല്ലാം പരിശുദ്ധ ബൈബിളിലുണ്ട്. പരിശുദ്ധാത്മ പറയാ, നിങ്ങൾ കണ്ടുപിടിച്ച് വായിക്കണം. കഥാപുസ്തകം വായിക്കുന്ന ലാഘവത്തോടെ പരിശുദ്ധ വചനങ്ങൾ വായിക്കരുതേ. ഇത് കർത്താവിന്റെ ജീവനുള്ള വചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, സ്തുതിക്കുന്നു. ഇത് സത്യത്തിന്റെ വചനങ്ങളാണ്. ഇത് കൃപയുടെ വചനങ്ങളാണ്. ഇത് മുഴുവൻ നിർമ്മലമായ വചനങ്ങളാണ്. കണ്ടുപിടിച്ച് ആത്മനിറവോടെ വചനം വായിക്കണം. അഭിഷേകത്തോടെ വചനം വായിക്കണം. അവയിലൊന്നുമില്ലാതിരിക്കുകയില്ല. ഓരോന്നിനും ഇണവചനങ്ങളുണ്ട്. ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ബൈബിളിലുണ്ട്. ഇന്ന് അപ്ഡേറ്റഡായി ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ.
അതുകൊണ്ട് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചത്, കർത്താവേ അങ്ങയുടെ വചനത്തിൻ്റെ വൈശിഷ്ട്യം അറിയാൻ എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ. ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവവചനത്തിൻ്റെ മഹത്വം അനുഭവിക്കാൻ പറ്റൂ, വചനത്തിൻ്റെ സമ്പന്നതയിൽ നിറയാൻ പറ്റൂ, വചനത്തിൻ്റെ ആത്മാവിൽ ജീവിക്കാൻ പറ്റൂ. ഓ ജീസസ്, ജീസസ്, ജീസസ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. കണ്ടുപിടിച്ചു വായിക്കുക, അവയിലൊന്നും കാണാതിരിക്കില്ല. സകല പ്രൊഫസീസും പരിശുദ്ധ ബൈബിളിൽ ഉണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് യെശയ്യാ പ്രവചനം 43:9, യെശയ്യാ പ്രവചനം 43:9 എന്താ പറയുന്നത്? എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂടട്ടെ. കർത്താവ് ചലഞ്ച് ചെയ്യാണ്, കർത്താവ് വെല്ലുവിളിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂടട്ടെ, എല്ലാ ജനതകളും അണിനിരക്കട്ടെ. അവരിൽ ആർക്ക് ഇത് പ്രഖ്യാപിക്കാനും മുൻകൂട്ടി വെളിപ്പെടുത്താനും കഴിയും? ആർക്കാണിത് മുൻകൂട്ടി വെളിപ്പെടുത്തുവാൻ, പ്രഖ്യാപിക്കാൻ കഴിയുക? ലോക ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് മുൻകൂട്ടി വെളിപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? എല്ലാ രാജ്യങ്ങളും ജനതകളും അണിനിരക്കട്ടെ. കർത്താവ് വെല്ലുവിളിക്കുക സഹോദരങ്ങളെ. അത് കർത്താവിന് മാത്രമേ കഴിയൂ. അവനാണ് സർവജ്ഞാനി, അവനാണ് സർവശക്തൻ, അവൻ മാത്രമാണ് സർവാധിപൻ. അവന് മാത്രമേ ഇത് മുൻകൂട്ടി പറയാൻ പറ്റുള്ളൂ. കർത്താവ് തരുന്ന പ്രവചനങ്ങൾ, കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുന്ന പ്രവചന സന്ദേശങ്ങൾ നമ്മോട് എന്താ പ്രഖ്യാപിക്കുന്നത്? സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വരിക. അർജൻസി അത്യാവശ്യകതയാണ്. കർത്താവിനായി ആത്മാക്കളെ നേടേണ്ടതിന്റെ ആവശ്യകത, പ്രാധാന്യം, വേൾഡ് ഇവാഞ്ചലൈസേഷന്റെ ഇമ്പോർട്ടൻസ് ഈ പ്രവചന വചനങ്ങൾ നമുക്കായി വെളിപ്പെടുത്തുകയാണ്. ഒത്തിരിയേറെ പ്രൊഫസീസ് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും അധികം പ്രവചനങ്ങൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് തന്നെയാണ് സഹോദരങ്ങളെ. ഞാൻ അതിൻ്റെ ആ പ്രവചനങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഒരു പ്രവചനം നിങ്ങളെ മുമ്പിൽ പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ജനിക്കണേക്കാൾ 750 കൊല്ലം മുമ്പ് ജീവിച്ച പ്രവാചകനാണ് മിക്ക പ്രവാചകൻ. കർത്താവിന്റെ ജനനത്തിന് 750 കൊല്ലം മുമ്പ് ജീവിച്ച പ്രൊഫറ്റ്. പ്രവാചകൻ പറഞ്ഞു, മിഖായുടെ പ്രവചനം 5:2 എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ബെത്ലഹേം എഫാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ. സഹോദരങ്ങളെ, ബെത്ലഹേമിൽ കർത്താവ് ജനിക്കുമെന്ന് കർത്താവിന്റെ ജനനത്തിന് 7 വർഷം മുമ്പല്ല, 750 കൊല്ലം മുമ്പ്, 7.5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചനാത്മാവിൽ മിക്ക പ്രവാചകൻ പ്രവചിക്കുകയാണ്. കർത്താവിന്റെ പ്രവചനങ്ങൾ മാറിപ്പോയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് ചരിത്രത്തിൽ നിറവേറപ്പെട്ടിരിക്കും. 750 വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം അവിടെ വെളിപ്പെടുത്തുകയാണ്. ലുക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 4-6 വചനങ്ങൾ. ലുക്കായുടെ സുവിശേഷം 2, 4, 6. ജോസഫിൻ ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം എടുത്തു. അവിടെ പറയാണ് കേട്ടോ, 5-6 വചനങ്ങൾ വായിക്കാൻ പറ്റും. ഒരു ബെത്ലഹേമിലേക്ക് പോവുക പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. 6-ാം വചനം പറയുന്നു, അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം എടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. ബെത്ലഹേമിൽ പ്രസവിച്ച കാരണം ഇത് ചരിത്രത്തിൽ നിറവേറപ്പെടുന്നതിനേക്കാൾ 750 കൊല്ലം മുൻപ് മിക്ക പ്രവാചകൻ പ്രവചിച്ചു, ക്രിസ്തുവിന്റെ ജനനം ബെത്ലഹേമിലായിരിക്കും. പരിശുദ്ധ വചനങ്ങളിൽ എഴുതപ്പെട്ടതുപോലെ നമ്മുടെ കർത്താവ് ബെത്ലഹേമിൽ ജനിക്കുകയാണ്. 750 വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ 100 കണക്കിന് പ്രവചനങ്ങൾ നമ്മുടെ കർത്താവ് യേശുവിനെ കുറിച്ച് പ്രവാചകന്മാരുടെ പ്രവചന ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ പറ്റും. സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കർത്താവ് യേശുവാണ്. സങ്കീർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ കർത്താവാണ്.
യെശയ്യ, ജെറമിയ, ഹോസിയ, എസെക്കിയേൽ, ദാനിയേൽ, മിഖ, സക്രിയ, സെഫാനിയ, ഹഗ്ഗായി, ഹോസിയ, ഈ പ്രവചന ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ ഈശോയാണ്. യേശുവാണ് പ്രവചനം ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിനെ കുറിച്ചുള്ള നൂറുകണക്കിന് പ്രവചനങ്ങളുണ്ട്. ആ പ്രവചനങ്ങളെല്ലാം എല്ലാം കൃത്യമായി നമ്മുടെ യേശുവിൽ നിറവേറപ്പെട്ടു. ഇനി കർത്താവിനെ കുറിച്ച് നിറവേറപ്പെടുവാനുള്ള ഒറ്റ പ്രവചനമുള്ളൂ. അവൻ തന്റെ പരിശുദ്ധന്മാരോട് കൂടെ വീണ്ടും വാനമേഘങ്ങളിൽ വരും. കർത്താവ് വീണ്ടും വരും. അവൻ രണ്ടാമതും വരും. ഈ കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്, രണ്ടാം വരവിനെ കുറിച്ചുള്ള ആ പ്രൊഫസിയാണ് ഇനി ക്രിസ്തുവിൽ നിറവേറപ്പെടാനുള്ളത്. ബാക്കി എല്ലാ പ്രവചനങ്ങളും നിറവേറപ്പെട്ടു. പരിശുദ്ധ ബൈബിൾ, ഞാൻ പറഞ്ഞതൊരു പ്രവചന പുസ്തകമല്ല, എന്നാൽ അനേകം പ്രവചനങ്ങൾ പരിശുദ്ധ വചനങ്ങളിലുണ്ട്. സഹോദരൻ, നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് പ്രവചനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു സെഷൻ അല്ല, മറിച്ച് ഈ കാലഘട്ടത്തെ കർത്താവിനായി നേടേണ്ടതിന്റെ പ്രാധാന്യത, നമ്മൾ സുവിശേഷ വേല ചെയ്യേണ്ടതിന്റെ ആവശ്യകത, കുടുംബമായി കർത്താവിനും കർത്താവിന്റെ പരിശുദ്ധ വചനത്തിനുമായി നിലകൊള്ളേണ്ടതിന്റെ പ്രാധാന്യത, വ്യക്തിപരമായി, സമൂഹമായി, സഭയായി നമ്മൾ ഇവാഞ്ചലൈസേഷൻ, നമ്മൾ കർത്താവിനെ ഉയർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സെഷനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതിക്കൂ. ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. നിങ്ങളുടെ സമർപ്പണം നിങ്ങൾ അറിയിക്കണം. നമ്മൾ ഒന്നിച്ച് കർത്താവിന്റെ വേല ചെയ്യണം. അത് എന്തൊരു മഹത്വമാണ് സഹോദരങ്ങൾ. പക്ഷെ മത്തായിയുടെ സുവിശേഷം 24:3 നിങ്ങൾ വരിക. കർത്താവും ശിഷ്യന്മാരും ഒലിവ് തോട്ടത്തിൽ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാരൊരു ചോദ്യം ചോദിച്ചു. കർത്താവേ, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും വിഖാന്ത്യത്തിന്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. സഹോദരങ്ങളെ, വളരെ നിർണായകമായൊരു ചോദ്യമാണ് ശിഷ്യന്മാർ ചോദിച്ചത്. കർത്താവേ, അവിടുത്തെ രണ്ടാം വരവ്, അവിടുത്തെ ആഗമനത്തിന്റെ അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. ഈ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് പല പ്രൊഫസീസും പല പ്രവചനങ്ങൾ കൊടുത്തു. പല പ്രവചന വചനങ്ങൾ നൽകുകയാണ്. ഈ അടയാളങ്ങളെല്ലാം, ഈ പ്രവചനങ്ങളെല്ലാം നിറവേറപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. അവൻ അടുത്തെത്തിയിരിക്കുന്നു. നമുക്ക് അനേകം ആ പ്രവചന അടയാളങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 24:3 മുതൽ 44 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ഓരോന്നും വായിച്ച് ധ്യാനിക്കുമ്പോൾ കൃത്യമായി കർത്താവ് അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം ചരിത്രത്തിൽ നിറവേറപ്പെടുവാനുള്ള പ്രവചനങ്ങളാണെന്ന് ഈശോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യരെ പഠിപ്പിക്കുകയാണ് സഹോദരൻ. ഇതെല്ലാം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും പലതും നിറവേറപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നല്ലൊരു ശതമാനം പ്രവചനങ്ങൾ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പൂർത്തീകരണ നാളുകളിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ തലമുറയിലാണ് ഇതിലേറിയ ഭാഗം പ്രവചനങ്ങൾ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, കർത്താവ് പല പ്രൊഫസീസും പറയുന്നുണ്ട്. കർത്താവ് പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 24:9 എന്താണ് ഈശോ പറഞ്ഞത്? മത്തായി 24:9, അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ വധിക്കും, എന്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും, സകല ജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. സഭാ ചരിത്രത്തിൽ വിശ്വാസത്തെ പ്രതി എക്കാലവും പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആദിമ സഭയേക്കാൾ കൊടിയ പീഡനത്തിലൂടെയാണ് യുഗാന്ത സഭ, ആധുനിക സഭ കടന്നു പോകുന്നത്. ഇന്ന് ലോകം മുഴുവൻ നടമാടിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വിരുദ്ധത അവിചാരിതമല്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നൈജീരിയയിൽ ഈ 7 മാസത്തിനുള്ളിൽ ഏകദേശം 9,000 ക്രൈസ്തവരെയാണ് കൂട്ടക്കൊല നടത്തിയത്. വിശ്വാസത്തെ പ്രതി, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, വിശ്വാസം ജീവിച്ചതിന്റെ പേരിൽ. നമ്മൾ സിറിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു, 30ഓളം ക്രൈസ്തവർ ബോംബ് വെച്ച് ദേവാലയം തകർത്തു.
എത്ര ഇടങ്ങളിൽ ഈ കോഴിയുടെ കഴുത്തറുത്ത് കൊല്ലുന്നത് പോലെ എത്ര ക്രൈസ്തവരെ കഴുത്തറുത്ത് കൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുന്നു, ചാവേറുകളായി വന്ന് പൊട്ടിത്തെറിച്ച് ക്രൈസ്തവരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഇത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രമല്ല, ലോകവ്യാപകമായി നടമാടിക്കൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ഇത് യാദൃച്ഛികമല്ല. നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ പ്രവചന വചനങ്ങൾ അതിൻ്റെ ക്ലൈമാക്സിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാളുകളിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ അടയാളം എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ. വചനത്തിന്റെ കൊയ്ത്തുത്സവ നാളുകളിൽ കർത്താവ് നമ്മളെ കൊയ്ത്തുകാരായി തെരഞ്ഞെടുക്കുമ്പോൾ സ്വർഗം നമ്മൾ അറിയിക്കുകയാണ് സുവിശേഷ വേല ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത. കർത്താവിന്റെ വചനം കൊടുത്ത് ഈ തലമുറയെ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അതിന്റെ ആവശ്യകത. അനേക യുവജനങ്ങൾ മുന്നോട്ട് വരണം. കുടുംബമായി നമ്മൾ കർത്താവിന്റെ വേലയ്ക്കായി നമ്മളെ സമർപ്പിക്കണം. സഹോദരങ്ങളെ, എത്ര കൃത്യമാണ് ദൈവത്തിന്റെ വചനം. ഉഗ്രമായ മതപീഡനങ്ങൾ, കർത്താവ് പല അടയാളങ്ങളും പറയുന്നുണ്ട്. വീണ്ടും 24:10 മത്തായിയുടെ സുവിശേഷം 24:10 എന്താണ് ഈശോ പറഞ്ഞത്? അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ യുഗാന്ത സഭയിൽ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. പരസ്പരം ഒറ്റിക്കൊടുക്കും, ദേഷിക്കും. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കും വിശ്വാസ തകർച്ച, വിശ്വാസത്യാഗം. നോ ഫെയ്ത്ത്. ക്രൈസ്തവരായി നമുക്ക് വിശ്വാസമില്ല സഹോദരങ്ങളെ. കർത്താവിനോട് വ്യക്തിപരമായ ബന്ധം നമുക്കിന്നുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. നമ്മുടെ അനേകം ക്രൈസ്തവ പെൺകുട്ടികള് സത്യവിശ്വാസം വിട്ടുപോകുന്നു. നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്ക് കേട്ട വാർത്തകൾ നമ്മുടെ മനസ്സിനെ ഒരുപാട് നൊമ്പരപ്പെടുത്തുന്നതാണ്. വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്ന നമ്മുടെ പെൺകുഞ്ഞുങ്ങള് സഭയെ വേണ്ട, വിശ്വാസം വേണ്ട, ഈശോയെ വേണ്ട, അന്യവിശ്വാസത്തിലേക്ക് എത്രയോ നമ്മൾ. ഇതെന്തുകൊണ്ടാ? നോ ഫെയ്ത്ത്. വിശ്വാസമില്ല. നമ്മുടെ കുടുംബങ്ങൾ തകരുന്നു. എന്താ അടിസ്ഥാന കാരണം? നോ ഫെയ്ത്ത്. നമ്മുടെ യുവജനങ്ങൾ വഴിവിട്ടു പോകുന്നു. എന്താ അടിസ്ഥാന കാരണം? നോ ഫെയ്ത്ത്. ഈശോ പറഞ്ഞു, വിശ്വാസം നഷ്ടപ്പെടുന്നൊരു കാലം ലോകസഭയിലുണ്ടാകും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. ഈ ലോകത്തിന് സുഖഭോഗങ്ങൾക്ക് വേണ്ടി, നൈമിഷികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, പ്രണയിച്ച പുരുഷനെ കിട്ടാൻ, പ്രണയിച്ച സ്ത്രീയെ ലഭിക്കാൻ വിശ്വാസം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ലൗകികമായ ഉന്നമനങ്ങൾക്ക് വേണ്ടി വിശ്വാസം ഉപേക്ഷിക്കുന്നു. ലോകത്തിന്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി വിശ്വാസം ഉപേക്ഷിക്കുന്നു. കാരണം വിശ്വാസത്തിന് അത്രയും നമ്മൾ പലപ്പോഴും ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളൂ. വിശ്വാസത്തോട് നമുക്കൊരു സമർപ്പണമില്ല സഹോദരങ്ങളെ. കർത്താവ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി നേടിത്തന്ന സത്യവിശ്വാസത്തോട് നമുക്ക് എത്ര പേർക്ക് ആത്മാർത്ഥമായ സമർപ്പണമുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്? ഈശോ പറഞ്ഞു, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എൻ്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഈ വചനം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടും. സഭയിൽ, വചനത്തിൽ, പരിശുദ്ധ കുദാശകളിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു. ഇത്രമാത്രം ആത്മീയ സമ്പന്നരായ നമ്മൾ പലപ്പോഴും നമ്മുടെ ശക്തിയും നമ്മുടെ മഹത്വം തിരിച്ചറിയാതെ നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ മഹത്വം നഷ്ടപ്പെടുത്തി കളയുന്നു. നമ്മുടെ വിശ്വാസം ഉപേക്ഷിക്കുന്നു. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. ഈ വിശ്വാസത്യാഗത്തിന്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് ലോകത്തിനും സഭയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, മർക്കോസിന് സുവിശേഷം 13:7, മാർക്കോസ് 13:7, നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും, അവയെ പറ്റിയുള്ള കിംവദന്തികളും. അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത്. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്തെന്നാൽ അപ്പോഴവസാനമാണ്. നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും. നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ നമ്മൾ ഇന്ന് എന്താ കേട്ടുകൊണ്ടിരിക്കും? യുദ്ധങ്ങളെ കുറിച്ച്. റഷ്യ ഉക്രൈൻ യുദ്ധം, ഇതാ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം. ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ ഇന്ത്യയും പാകിസ്ഥാൻ നമ്മൾ കണ്ടതാണ് കുറച്ച് നാൾ. പല രാജ്യങ്ങളും ഇന്ന് യുദ്ധഭീഷണിയുടെ നിഴലിലാണ്. രാജ്യം ഒരു കൊടിയമായ പ്രതിസന്ധിയിലാണ്. സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, കലുഷിതമായ അവസ്ഥ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ അസ്വസ്ഥരാകരുത്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക,
ഇതെല്ലാം നമുക്കായി നൽകുന്ന അടയാളങ്ങൾ എന്താണ്? അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ. നമ്മൾ കർത്താവിനായി സമർപ്പിക്കണം. കർത്താവിന്റെ വചനത്തിനായി നമ്മൾ മുന്നോട്ട് വരണം. വചനം കൊടുക്കണം, ദൈവത്തിന്റെ വചനം കൊടുക്കണം. പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന നാളുകളിൽ നമ്മളായിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഉറക്കം തൂങ്ങികളാകരുത്, അലസരാകരുത്, അശ്രദ്ധയുള്ളവരാകരുത്. കർത്താവിന്റെ വേലയിൽ നമ്മൾ അലംഭാവം കാണിക്കരുത്. ഇവാഞ്ചലൈസേഷനിൽ നമ്മൾ നിസ്സംഗത വെച്ച് പുലർത്തരുത്. സമയമെടുത്തിരിക്കുന്നു, സമയമാസന്നമായി. കർത്താവിന്റെ വേലയ്ക്കായി, കർത്താവിന്റെ വചനത്തിനായി, ആത്മാക്കളുടെ രക്ഷയ്ക്കായി നമ്മളെ തന്നെ സമർപ്പിക്കുവാനുള്ള സമയം, നമ്മുടെ കുടുംബങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള സമയം. അനേകർ മുന്നോട്ട് വരണം. നമ്മുടെ സാധ്യതകളും കഴിവുകളെല്ലാം ഈ കൊയ്ത്തുത്സവ നാളുകളിൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്കും ആത്മാക്കളെ രക്ഷയ്ക്കുമായി സമർപ്പിക്കണം. റെഡി? നമ്മൾ തയ്യാറാണോ സഹോദരങ്ങളെ? എന്തിനാ ഈ ശുശ്രൂഷ സെക്കൻഡ് ന്യൂസിലൂടെ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഈ കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കി ദൈവജനത്തെ ഒരുക്കുകയാണ് ഇവാഞ്ചലൈസേഷന് വേണ്ടി. ആ മിഷണറി സീൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണരണം. നമ്മുടെ കുടുംബങ്ങൾ മിഷണറി കുടുംബങ്ങളാകണം. നമ്മുടെ ജീവിതങ്ങൾ വചനത്തിന്റെ ജീവിതങ്ങളാകണം. നമ്മുടെ കുടുംബങ്ങൾ സുവിശേഷവൽക്കരണത്തിന്റെ കുടുംബങ്ങളായി മാറ്റപ്പെടണം. നമ്മുടെ സമൂഹങ്ങൾ ഈ കൃപയിലേക്ക് വരണം. അതിന് ഈ മാധ്യമ ശുശ്രൂഷയിലൂടെ കർത്താവ് ഈ ഒരു സന്ദേശം നമുക്കായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 21:11 വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു. കർത്താവ് പറഞ്ഞു, വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങൾ, ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങൾ, ഭീകര സംഭവങ്ങൾ. വേൾഡ് വൈഡ് നമ്മൾ കാണുന്ന ടെററിസം, ഭീകര പ്രവർത്തനങ്ങൾ, ഭീകരവാദങ്ങൾ. ഇന്ന് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നത് ഈ ടെററിസത്തെയാണ്. പകർച്ചവ്യാധികൾ, നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതിക്ഷോഭങ്ങൾ, ഭൂകമ്പങ്ങൾ, ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, പേമാരികൾ, എന്തൊക്കെ ഇന്ന് നടക്കുന്ന സഹോദരങ്ങൾ. മിന്നൽ പ്രളയം, നമ്മൾ ഈ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരുന്ന മിന്നൽ പ്രളയം. പാകിസ്ഥാനിൽ ഈ അടുത്ത സമയത്ത് പെട്ടെന്ന് മിന്നൽ പ്രളയമുണ്ടായി. അമേരിക്ക ടെക്സാസിൽ നമ്മൾ കണ്ടു മിന്നൽ പ്രളയമുണ്ടായി. പലയിടങ്ങളിലും അതുപോലെ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും മിന്നൽ പ്രളയം ഉണ്ടാകുന്നു. പല മരണമടയുന്നു, കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. നാച്ചുറൽ കലാമിറ്റീസ്, ഇന്നിതെല്ലാം വർദ്ധിച്ച് പെരുകി വന്നുകൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞ പ്രവചനങ്ങൾ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഇത് ലോക ചരിത്രത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് സഹോദരങ്ങളെ. എന്നാൽ അതിന്റെ തീവ്രത ഇന്ന് ഈ നാളുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടയാളങ്ങളുടെ തീവ്രത ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ്? നമ്മൾ കർത്താവിന്റെ വചനത്തിനായി മുന്നോട്ട് വരണം. ടൈം ഈസ് ഷോർട്ട്. ചുരുങ്ങിയ സമയമുള്ളൂ സഹോദരങ്ങളെ. കഥ പറഞ്ഞിരിക്കുന്ന നമുക്ക് നേരില്ല. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആയുസ് കളയാൻ നമുക്കില്ല. ഈ ലോകത്തിന് നശ്വരമായ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം നമുക്ക് ഒതുക്കി കളയാനുണ്ടോ? ഇല്ല സഹോദരങ്ങളെ. ഒരൊറ്റ ജീവിതമുള്ളൂ. ഈ ജീവിതം കർത്താവിന്റെ മഹത്വത്തിനായി നീ ഒന്ന് സമർപ്പിച്ച് ഇതിനേക്കാൾ വലിയ ഒരു കൃപ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനില്ല. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു കർത്താവേ. അനേകർ ഉണരട്ടെ. കർത്താവ് നൽകുന്ന ഈ കോളിനോട് യെസ് പറഞ്ഞ് അനേകർ മുന്നോട്ട് വരട്ടെ. സുവിശേഷ വേലയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. വ്യക്തിപരമായി സമർപ്പിക്കട്ടെ, കുടുംബമായി സമർപ്പിക്കട്ടെ. ഇവാഞ്ചലൈസേഷന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ, കർത്താവിനായി ആത്മാക്കളെ വീണ്ടെടുക്കാൻ, നമ്മളെ തന്നെ സമർപ്പിക്കുവാനുള്ള സമയം. ആയിരങ്ങൾ അഭിഷേകം ചെയ്യണം. 10,000 വേലയ്ക്ക് വേണ്ടി ഉണർത്തണമേ. ദൈവവചനത്തിന്റെ കൊയ്ത്തുകാരായി ഈ തലമുറ എഴുന്നേൽപ്പിക്കണമേ. Generation of the Holy Spirit, generation of the faith, generation of the word, വചനത്തിന്റെ തലമുറ,
വിശ്വാസത്തിന്റെ തലമുറ, പരിശുദ്ധാത്മാവിന്റെ തലമുറ സഭയിൽ എഴുന്നേൽക്കട്ടെ. അനേക സുവിശേഷ വേലയ്ക്കായി ഉണരട്ടെ. കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ കുടുംബങ്ങൾ ഉണരട്ടെ, ദേശങ്ങൾ ഉണരട്ടെ, സമർപ്പിത സമൂഹങ്ങൾ അതിനായി നവീകരിക്കപ്പെടട്ടെ. കൃപ കൊടുക്കണേ, കൃപ കൊടുക്കണേ, കൃപ കൊടുക്കണേ, കൃപ കൊടുക്കണമേ. ഈ സെലിബ്രേഷൻ ഓഫ് ഇവാഞ്ചലൈസേഷൻ ഈ കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി അനേകരെ കർത്താവെ നീ എഴുന്നേൽപ്പിക്കുക. ഒരു സെക്കൻഡ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ അനോയിന്റിങ്ങിന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് എല്ലാവരും സമർപ്പിച്ച് കർത്താവ് കുടുംബമായി അങ്ങയുടെ വേല ചെയ്യാൻ സഹായിക്കണം. അപ്പനും അമ്മയും മക്കളും സഹോദരി സഹോദരന്മാർ എല്ലാം ഒരുമിച്ച് ഒത്തൊരുമിച്ച് ഒരു മനസ്സോടെ കർത്താവിന്റെ വേല ചെയ്യുന്ന ആ കൃപയുടെ ആ ഒരു അഭിഷേകം നമ്മൾ സ്വീകരിച്ച് ആ ഒരു ദർശനത്തോടെ പ്രാർത്ഥിച്ച് വ്യക്തിപരമായി ആയിരിക്കുന്ന മേഖലകളിൽ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ, കർത്താവിന്റെ വചനത്തെ ഉയർത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സമർപ്പിത സമൂഹങ്ങളിലേക്ക് ഈ അഭിഷേകം കൊടുക്കട്ടെ. ഇവാഞ്ചലൈസേഷൻ സ്പിരിറ്റ്, സുവിശേഷവൽക്കരണത്തിന്റെ ആത്മാവായി നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ പരിശുദ്ധാത്മാവ് ഉണർത്തട്ടെ. പ്രവചനത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. സ്പിരിറ്റ് മൂവ്. കരങ്ങൾ ഉയർത്തിന് 3 പ്രാവശ്യം ഉച്ചത്തിൽ ഒന്നിച്ച് വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, സകല ജനപദങ്ങളെ പരിശുദ്ധാത്മാവേ വരണം. എല്ലാ ജനപദങ്ങളും കർത്താവിനെ അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Mighty power, mighty anointing, mighty anointing, mighty anointing. കർത്താവേ കൃപ തരണമേ. ജനപദങ്ങൾക്കായി അഭിഷേകം ചെയ്യണമേ. ഈ തലമുറയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യണം. അനേക ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്കായി അഭിഷേകം ചെയ്യണമേ. രാജ്യങ്ങളുടെ റിവൈവലിനായി anoint ചെയ്യണമേ. Lord, anoint us, anoint us, anoint us. കരങ്ങൾ കർത്താവിന് മുൻപിലേക്ക് നീട്ടിപ്പിടിച്ച് ഈ anointingന് വേണ്ടി ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്ക് അഭിഷേകം പരിശുദ്ധാത്മ പകരുന്ന സമയം ആത്മാവ് പകരുകയാണ്. സകല ജനപദങ്ങളും യേശുവേ അറിഞ്ഞിടാൻ റൂഹാതൻ ശക്തിയ നിറച്ചിടണമേ. സകല ജനപദങ്ങളും യേശുവേ അറിഞ്ഞിടാൻ റൂഹാതൻ ശക്തിയ നിറച്ചിടണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ ശക്തനാക്കണേ. ഓ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. സമർപ്പിതരെ ഉണർത്തുക, വന്യവൈദികരെ കർത്താവെ ഉജ്ജ്വലിപ്പിക്കുക, ആത്മാവെ അവരെ തീ പിടിപ്പിക്കുക. തീ തീ കർത്താവിന്റെ തീ എല്ലായിടങ്ങളിൽ കത്തണം. സകല ജനപദങ്ങളും യേശുവേ അറിഞ്ഞിടാൻ റൂഹാതൻ ശക്തിയാൽ നിറച്ചിടണമേ. സകല ജനപദങ്ങളും യേശുവേ അറിഞ്ഞിടാൻ റൂഹാതൻ ശക്തിയാൽ നിറച്ചിടണമേ. ആത്മശക്തിക്ക് വേണ്ടി അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് കരമുയർത്തി ഒന്നിച്ചിരൊറ്റ വിളി യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ തരണമേ. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ അഭിഷേകം ഒഴുകട്ടെ. ഇവാഞ്ചലൈസേഷൻ anointing, anointing of evangelization, evangelization anointing. ആത്മാക്കളെ നേടുവാനുള്ള അഭിഷേകം, ദേശങ്ങളെ ഉണർത്തുവാനുള്ള അഭിഷേകം, ജനപദങ്ങളെ കർത്താവിനായി സ്വന്തമാക്കുവാനുള്ള അഭിഷേകം. ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളിലേക്ക് അതിസ്വാഭാവിക കൃപ, സാധാരണമായ അഭിഷേകം വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. In the name of Jesus, in the blood of Jesus.
നിന്റെ ജനത്തിന്റെ മേൽ പകരുക. റൂഷ്. ഹല്ലേലൂയ. റൂഷ്. ഈശോയേ. ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മപകർച്ച, വചനത്തിന്റെ പകർച്ച, പ്രവചനത്തിന്റെ പകർച്ച, ഇവാഞ്ചലൈസേഷന്റെ സീൽ വളരട്ടെ. അനേകർ കർത്താവിന്റെ മിഷനായി മുന്നോട്ട് വരട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രവചനങ്ങൾ ഓർക്കുക സഹോദരങ്ങളെ. ഈ പ്രവചനങ്ങൾ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാളുകളിലാണ് നമ്മളായിരിക്കുന്നത്. എത്ര ശക്തമാണ് കർത്താവിന്റെ വചനങ്ങൾ. പൗലോസ് സഭയോട് പറഞ്ഞു, തിമോത്തിയോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വചനം. എത്ര ഞാൻ ഇന്ന് ഈ വചനം പലപ്പോഴും വായിക്കുമ്പോൾ എത്ര കൃത്യമാണ് പരിശുദ്ധ വചനങ്ങൾ. നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച്. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരും. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ, ഉത്തമമായ പ്രബോധനം, സത്യപ്രബോധനം, കർത്താവിന്റെ സത്യപ്രബോധനങ്ങൾ, സത്യവിശ്വാസം, അതിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. ഈ തമാശകളും അതും ലോകവർത്തമാനങ്ങളും, അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ, ഭൗതികമായ നന്മകൾ, എനിക്ക് എന്ത് കിട്ടും, ആ ഒരു പ്രോഫിറ്റബിൾ ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും. എനിക്ക് എന്ത് കിട്ടും, എനിക്ക് എന്ത് കർത്താവിന് കൊടുക്കാൻ പറ്റും, കർത്താവിൻ്റെ വചനത്തിനായി എനിക്ക് എന്ത് സമർപ്പിക്കാൻ പറ്റും, ഈ ഒരു മനോഭാവത്തേക്കാൾ ഉപരി എനിക്ക് എന്ത് കിട്ടും, എനിക്ക് മെച്ചമുള്ള എന്തിന് ഞാൻ റെഡിയാണ്, എനിക്ക് മെച്ചം തരുന്നത് ആരാണോ അത് ഞാൻ സ്വീകരിക്കും. അവിടെ സത്യപ്രബോധന, സത്യവിശ്വാസവും ഒന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് ലാഭം കിട്ടണം, എനിക്ക് മെച്ചം ഉണ്ടാവണം. എൻ്റെ സഹോദരങ്ങളെ, എത്ര കൃത്യമാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ, എത്ര ശക്തമാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ. കർത്താവ് പറഞ്ഞ ഈ ഓരോ പ്രവചന അടയാളങ്ങളും നമ്മുടെ തലമുറയിൽ നിന്ന് നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അടയാളങ്ങൾ നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ച് സഹോദരങ്ങളെ, ഈ പ്രവചനങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവെ കൃപ തരണമേ. ഈ അടയാളങ്ങൾ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇതെല്ലാം ഞങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണ്? അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ. സുവിശേഷ വേലയുടെ അത്യാവശ്യകതയാണ്. നിങ്ങൾ ആ വീഡിയോ പ്രാർത്ഥനാ ശ്രദ്ധിച്ച് യുദ്ധങ്ങളെ പറ്റിക്കും, അവയെ പറ്റിയുള്ള കിംവദന്തികളും. ഇന്ന് ലോകം വലിയ യുദ്ധഭീഷണിയിലാണ്. പല ലോകരാജ്യങ്ങളും യുദ്ധക്കെടുതിയിലാണ്. ഭീകര സംഭവങ്ങൾ നിങ്ങൾ കാണും. ഇന്ന് ലോകരാജ്യങ്ങൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ടെററിസത്തിനാണ്. കലാപങ്ങൾ, വേൾഡ് വയലൻസ്, ലോകവ്യാപകമായി നടക്കുന്ന അക്രമങ്ങൾ, അടിപിടികൾ. ഇന്ന് ലോകത്തിൽ എന്തൊക്കെയാ സംഭവിക്കും? പകർച്ചവ്യാധികൾ, പലവിധ പകർച്ചവ്യാധികൾ. ആയിരക്കണക്കിന് ജീവിതങ്ങൾ പകർച്ചവ്യാധികൾ മൂലം മരണമടയുന്നു. ഇത് ഇന്ന് പെരുകി വരും. മഹാമാരികൾ, ക്ഷാമം. ഈ മോഡേൺ വേൾഡിലും പട്ടിണി മൂലം മരിക്കുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട്. പ്രകൃതിക്ഷോഭങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ്, ചുഴലിക്കാറ്റ്, പേമാരികൾ, മിന്നൽ പ്രളയം, ഭൂകമ്പങ്ങൾ. സഹോദരങ്ങളെ, ഇസ്രായേലിനോടുള്ള ശത്രുത, ലോകമഹായുദ്ധങ്ങൾ. കർത്താവേ, ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണം. വിശ്വാസത്തെ അപ്പോസ്റ്റസി, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വിശ്വാസ ത്യാഗത്തിന്റെ പരിണിത ഫലങ്ങൾ ലോകത്തിലും സഭയിലും ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. ക്രൈസ്തവ പീഡനങ്ങൾ, ഉഗ്രമായ മതപീഡനം, വിശ്വാസത്തെ പ്രതി, യേശുവിനെ പ്രതി രക്തസാക്ഷികളാകുന്ന ആയിരക്കണക്കിന് ക്രൈസ്തവ സഹോദരി സഹോദരങ്ങൾ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഈ അടയാളങ്ങൾ അവിചാരിതങ്ങളല്ല. നമ്മൾ ലാഘവത്തോടെ ഈ അടയാളങ്ങൾ കണ്ടുപോകരുത്. ഈ അടയാളങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ആത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഒരുങ്ങുക, അനേകർ മുന്നോട്ട് വരിക, ആത്മാക്കളെ നേടാൻ. നമ്മളിങ്ങനെ പോയാൽ മതി. നമ്മുടെ ജീവിതത്തിന് എപ്പോഴും അർത്ഥമുണ്ടാകുന്നത്
നമ്മൾ കർത്താവിനായി ജീവിതങ്ങളെ നേടുമ്പോഴാണ്. ഈ ലോകത്തിൽ എത്ര കൊല്ലം ജീവിച്ചു എന്നതല്ല അർത്ഥം. എൻ്റെ ജീവിതം എന്തുമാത്രം കർത്താവിന് പ്രോഫിറ്റബിളായി, എൻ്റെ ജീവിതം കൊണ്ട് കർത്താവിന് എന്തുമാത്രം മഹത്വമുണ്ടായി, എന്തുമാത്രം ആത്മാക്കള് ഈശോയെ കണ്ടുമുട്ടി, എന്തുമാത്രം കുടുംബങ്ങൾ രക്ഷയിലേക്ക് വന്നു എൻ്റെ കൊച്ചു ജീവിതം കൊണ്ട്, എൻ്റെ പ്രാർത്ഥന കൊണ്ട്, എൻ്റെ പ്രവർത്തനം കൊണ്ട്. എത്ര ആത്മാക്കളെ എനിക്ക് നിത്യജീവനായി നേടുവാൻ പറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിത്യതയിൽ കർത്താവ് എന്നെയും നിന്നെയും വിധിക്കുന്നത്, നമ്മളെ വിധിക്കുന്നത്. സ്വർഗത്തിൽ നമുക്കുള്ള പ്രതിഫലം ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതം കർത്താവിനായി പ്രയോജനപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിക്കുന്നത്. സഹോദരങ്ങളെ, നിത്യജീവന് വേണ്ടി അധ്വാനിക്കണം. നിത്യതയ്ക്കായി പ്രതിഫലം നമ്മൾ സജ്ജമാക്കണം. ആത്മാക്കളെ നേടുക കർത്താവിനായി, ജീവിതങ്ങളെ കർത്താവിനായി നേടുക. നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം. കർത്താവിൻ്റെ പ്രവചനം എത്ര സത്യമാണ്. മത്തായിയുടെ സുവിശേഷം 24:12 ഈശോ പറഞ്ഞു, പാപം വർദ്ധിക്കുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തു പോകും. സ്നേഹത്തിൽ തണുപ്പ്. അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ തകരുന്നു. യുദ്ധങ്ങൾ, കപടതകൾ, അടിപിടികൾ, കൊലപാതകങ്ങൾ, അവിശ്വസ്തതകൾ, ദാമ്പത്യ ബന്ധങ്ങളിലെ തകർച്ചകൾ. ഇതെല്ലാം എന്താ? സ്നേഹമില്ല. നോ ലവ്. സ്നേഹം തണുത്തുപോയി. അവർക്ക് ആരോട് പ്രതിബദ്ധതയില്ല, അവർക്ക് പരസ്പര ആത്മാർത്ഥതയില്ല. ചതി, കപടത, കള്ളത്തരങ്ങൾ, അവിശ്വസ്തതകൾ, ഭാര്യയെ വഞ്ചിക്കുന്ന, ഭർത്താവിനെ വഞ്ചിക്കുന്ന ദമ്പതിമാർ, ഭാര്യ ജീവിത പങ്കാളിമാർ, എന്തൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാണുന്നത് കേൾക്കുന്നത്. പ്രണയിച്ച കാമുകനെ കിട്ടാൻ വേണ്ടി ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നു, കുഞ്ഞിനെ അടിച്ചു കൊല്ലുന്നു, കുഞ്ഞിനെ വെള്ളത്തിലെറിഞ്ഞു കൊല്ലുന്നു, മുക്കിക്കൊല്ലുന്നു. ദൈവമേ, നമ്മൾ ആരെയും വിധിക്കാൻ നമുക്ക് അവകാശമില്ല സഹോദരങ്ങൾ. എന്താ ഈ ആത്മീയ അപജയത്തിന് കാരണം? സ്നേഹം തണുത്തുപോയി. സ്നേഹമില്ല. ആർക്കാരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, ഒരു പ്രതിബദ്ധതയില്ല. ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. കാരണം വിശ്വസിക്കുന്നവരാണ് പലപ്പോഴും നമ്മളെ ചതിക്കുന്നതും നമ്മളെ ഉപദ്രവിക്കുന്നതും. സഹോദരങ്ങളെ, എന്താണ് ഈ തകർച്ചയുടെ കാരണം? വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ കാലം മനസ്സിലാക്കാൻ പറ്റും. കർത്താവ് 2000 കൊല്ലം മുമ്പ് പറഞ്ഞ ഈ പ്രവചന വചനം നമ്മുടെ കാലത്ത് നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുക. ചരിത്രത്തിൽ എപ്പോഴും ഈ വചനം നിറവേറപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ നാളുകളിൽ അത് അതിൻ്റെ ഏറ്റവും തീവ്രതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വെളിപാട് പുസ്തകം 6-ാം അധ്യായം 3-4 വചനങ്ങൾ നിങ്ങൾ ആ വചനം എടുത്ത് തുറക്ക വായിക്കണം. എല്ലാവരും ഉച്ചത്തിൽ വായിച്ച്, ഒരുമിച്ച് വായിച്ച്. അവൻ 2ാമത്തെ മുദ്ര തുറന്നപ്പോൾ 2ാമത്തെ ജീവി വരിക എന്ന് പറയുന്നു ഞാൻ കേട്ടു. അപ്പോൾ തീക്കനലിന്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ്, കൊല്ലുമാറ്, ഉപദ്രവിക്കുമാറ്, നശിപ്പിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവനെ അധികാരം നൽകപ്പെട്ടു. ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാൻ. സഹോദരങ്ങളെ, സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന ഒരു സമയത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന കാലം. കുടുംബങ്ങളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന്, ജനപദങ്ങളിൽ നിന്ന്, സഭയിൽ നിന്ന് പോലും സമാധാനം എടുത്തു മാറ്റപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഭിന്നത, അനൈക്യം, കലഹങ്ങൾ, അവിശ്വസ്തതകൾ, പരസ്പരമുള്ള പഴിച്ചാരലുകൾ, എന്തൊക്കെ ഇന്ന് നടക്കുന്നത്. ഈ വചനല്ലേ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെളിപാട് പുസ്തകം 6:4 ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലും സഭയിലും കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും സമൂഹങ്ങളിലും നമ്മുടെ ദേശങ്ങളിലൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വചനത്തിന്റെ നിവൃത്തിയാണ്. വെളിപാട് 6:4 നിവൃത്തി. സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന അതിന്റെ പരിണത ഫലങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നു. സഹോദരങ്ങളെ, കർത്താവിന്റെ വചന വിശ്വാസയോഗ്യമാണ്. അതൊരിക്കലും മാറിപ്പോവില്ല. ഒരിക്കലും അത് മാറിപ്പോവില്ല. ഒരുപാട് പ്രവചനങ്ങളുണ്ട്. അതിൽ ഒരു പ്രവചനം കൂടി നമുക്ക് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട്, പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന നാളുകൾ എന്തിനു വേണ്ടി? ഇവാഞ്ചലൈസേഷന് വേണ്ടി, കർത്താവിന്റെ വരവിനായി ലോകത്തെ സഭയെ സജ്ജമാക്കുമെന്ന് പരിശുദ്ധ അമ്മയിലൂടെ നൽകപ്പെടുന്ന സന്ദേശങ്ങൾ എന്താ പറയുന്നത്? ഈ അർജൻസിയാണ്. മക്കളെ, നിങ്ങൾ അതിവേഗം മാനസാന്തരപ്പെടാനാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നമ്മോട് പറയുന്നത്.
ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം കർത്താവിൻ്റെ വചനം 24-ാമത്തെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. അവർ വാളിന്റെ വാൾത്തലയേറ്റു വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. വിജാതിയുടെ നാളുകൾ പൂർത്തിയാകുന്നത് വരെ അവർ ജെറുസലേമിനെ ചവിട്ടി മെതിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് പങ്കുവെക്കാനുണ്ട്. പക്ഷേ നമ്മുടെ ശ്രദ്ധയ്ക്ക് ആവശ്യമായ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർ ജെറുസലേമിനെ ചവിട്ടി മെതിക്കും. ലോകരാജ്യങ്ങളിലേക്ക് അവർ തടവുകാരായി അവർ മാറ്റപ്പെടും. ലോക ചരിത്രത്തിൽ യഹൂദ ജനത അനുഭവിച്ചതുപോലെയുള്ള യാതന അനുഭവിച്ച മറ്റൊരു ജനതയുണ്ടായിട്ടില്ല. യഹൂദ ജനത അനുഭവിച്ച ആ 10-1 പീഡനങ്ങളും ക്ലേശങ്ങളും അനുഭവിച്ച ഒരു ജനത ഇന്ന് ലോകത്തിൽ അവശേഷിക്കുന്നില്ല. എന്നിട്ട് യഹൂദ നശിക്കുന്നില്ല. അവൻ അത്തി തളർക്കുന്നത് പോലെ തളിർത്ത് യഹൂദ നിൽക്കുന്നതിന് കാരണം ദൈവത്തിന്റെ ഉടമ്പടിയുടെ ജനമാണ് ഇസ്രായേൽ. ഉടമ്പടിയുടെ ജനമാണ്. അത് പഴയ നിയമത്തിലാണെങ്കിൽ, പുതിയ നിയമത്തിൽ ആ ഉടമ്പടിയുടെ ജനം ക്രൈസ്തവരായി നമ്മളാണ്. എൻ്റെ സഹോദരൻ, നമ്മൾ മനസ്സിലാക്കണം. ഹോസിയ പ്രവചനം 3:4 വീണ്ടും ആത്മാവ് പറഞ്ഞു. ഹോസിയ പ്രവചനം 3:4 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ഞാൻ നിനക്കും അങ്ങനെ തന്നെയായിരിക്കും. രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ആരാധന സ്തംഭമോ എഫോദോ കുലദൈവങ്ങളില്ലാതെ ഇസ്രായേൽ മക്കൾ ലോക ചരിത്രത്തിൽ ഏറെ കാലം കഴിയും. കണ്ടോ, എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ. 1900 വർഷമാണ് നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുന്ന സഹോദരങ്ങളെ. അവിടെ കർത്താവ് പറഞ്ഞ ഈ പ്രവചനത്തിന്റെ ആ പൂർത്തീകരണം നമ്മൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഏകദേശം 1900 വർഷത്തോളം നാടും ദേശവും ഉറ്റവരും ഉടയവരുമില്ലാതെ ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ യഹൂദൻ അലഞ്ഞു നടന്നു. ഏറെ കാലം ഇതൊന്നുമില്ലാതെ നീ ജീവിക്കുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. സംഭവിച്ചു. AD 70 ആദ്യത്തെ ഡിസ്ട്രക്ഷൻ ഉണ്ടാവുകയാണ്. രണ്ടാം ദേവാലയം തകർക്കപ്പെടുന്നു. കഠിനമായ പീഡനമുണ്ടായി. എൻ്റെ സഹോദരങ്ങളെ, അനേക യഹൂദർ ലോകത്തിലേക്ക് ജീവരക്ഷാർത്ഥം അനേക യഹൂദർ ലോകത്തിലേക്ക് രക്ഷപ്പെട്ടു. റോമൻ ബെൻ മോസസ് എന്ന് പറയുന്ന ആ ഒരു റബ്ബിയുടെ നേതൃത്വത്തിലായിരുന്നു ആ വിപ്ലവം ഉണ്ടായത്. അത് റോമൻ സാമ്രാജ്യം അടിച്ചമർത്തി. ഹാൻഡ്രിയൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് സംഭവിച്ചത്. എന്താ? അനേക യഹൂദർ ചിതറിക്കപ്പെട്ടു. വീണ്ടും AD 135 റോമൻ സെനറ്റ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇസ്രായേലുള്ള എല്ലാ യഹൂദരും ആ സ്ഥലം വിട്ടുപോകണം, ആ ദേശം വിട്ടുപോകണം. അങ്ങനെ എല്ലാ യഹൂദന്മാർക്കും അവരുടെ രാജ്യം, അവരുടെ ദേശം, അവരുടെ മാതൃഭവനം വിട്ട് ലോകത്തിന് പല രാജ്യങ്ങളിലേക്ക് അവർക്ക് പോകേണ്ടി വന്നു. സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞു അവരെ അനേകം ജനതകളിലേക്ക് തടവുകാരായി അവരെ പിടിച്ചുകൊണ്ടുപോകും. ലിറ്ററലി ഈ പ്രവചനം ചരിത്രത്തിൽ നിറവേറപ്പെട്ടു. എന്നാൽ അതേ കർത്താവ് പറഞ്ഞു അവർ ചിതറിക്കപ്പെടുമെന്ന് പറഞ്ഞ അതേ കർത്താവ് വീണ്ടും പ്രവചന രൂപേണ നമ്മോട് പറഞ്ഞു. ജെറമിയ പ്രവചനം 16:15 എന്താ കാണുന്നത്? തങ്ങളെ തുരുത്തി ഓടിച്ച ഉത്തരദേശത്തു നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനത്തെ തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണ് എന്ന് പറഞ്ഞായിരിക്കും അവർ സത്യം ചെയ്യുക. കർത്താവ് പറയാണ്, എന്തെന്നാൽ അവിടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത അവരുടെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. യെസ്, ഇത് കർത്താവിന്റെ പ്രോമിസ് ആണ്. ദൈവത്തിന്റെ വചനം പരാജയപ്പെടുന്നില്ല. വചനത്തിന് മാറ്റമില്ല. ആകാശം ഭൂമിയും മാറിയാലും കർത്താവിന്റെ ജീവനുള്ള വചനം മാറിപ്പോകുന്നില്ല. ഓ, സ്തുതിക്കുന്നു. ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. അവരെ പിതാക്കന്മാർക്ക് ഞാൻ ഉടമ്പടിയായി വാഗ്ദാനമായി കൊടുത്ത അതേ ദേശത്തെ, സെയിം ലാൻഡ്, സെയിം പ്ലേസ്, അതേ സ്ഥലത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവരും. യഹൂദനെ തിരിച്ചു കൊണ്ടുവരുവാൻ ലോക ചരിത്രത്തിൽ പല സംഭവങ്ങളും നിറവേറപ്പെട്ടു. ഞാൻ അതിലോട്ട് പോകുന്നില്ല. ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞു യഹൂദന്റെ മടങ്ങി വരവ് അസാധ്യമാണ്. ഇസ്രായേലിന്റെ റിസ്റ്റോറേഷൻ ഇമ്പോസിബിൾ ആണ്. ലോകരാജ്യ തലവന്മാർ പറഞ്ഞു ഇമ്പോസിബിൾ. യുണൈറ്റഡ് നേഷൻ പറഞ്ഞു ഇമ്പോസിബിൾ. എന്നാൽ ദൈവമായ കർത്താവ് പറഞ്ഞു നിങ്ങൾക്കത് ഇമ്പോസിബിൾ ആകാം, എന്നാൽ എനിക്കത് പോസിബിൾ ആണ്. ഐ ആം ഓൾമൈറ്റി ഗോഡ്. ആമേൻ.
യഹൂദരിന്റെ മടങ്ങിവരവ് എനിക്ക് സാധ്യമാണ്. ഞാൻ അതിന് ചരിത്ര പശ്ചാത്തലങ്ങളിലേക്കും അതിന് മറ്റ് സംഭവ വികാസങ്ങളിലേക്കും ഒന്നും പോകുന്നില്ല സഹോദരങ്ങളെ. അവിടെ എന്താ സംഭവിച്ച് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സംഭവിച്ചു 1948 മെയ് മാസം 14-ാം തീയതി ലോക ചരിത്രത്തിൽ നമ്മുടെ വേൾഡ് മാപ്പിലെ ഭൂപടത്തിൽ ഒരു കൊച്ചു രാജ്യം പിറന്നു വീണു. അത് ഇസ്രായേൽ ആയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ജനതകളിൽ നിന്ന് ഇസ്രായേൽ, യഹൂദൻ തന്റെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു വരുന്ന കാഴ്ചകൾ നിങ്ങൾ നോക്കിക്കണ്ടേ. ഇതാ കപ്പൽ കയറി ഫ്ലൈറ്റിലൊക്കെ അവർ കയറി വരികയാണ്. വരവ് കണ്ട് ആ കാലഘട്ടത്തിൽ ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ അവകാശമായി കൊടുത്ത അതേ ദേശത്തേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. മെയ് മാസം 14-ാം തീയതി ആ രാജ്യം പിറന്നു. ആ ഡിക്ലറേഷൻ നിങ്ങളൊന്ന് കണ്ടേ, പെട്ടെന്ന് ആ ഡിക്ലറേഷൻ കണ്ടേ. കർത്താവിന്റെ അനേക റേഡിയോ ഇതിലൂടെയാണ് ആ ന്യൂസ് കേൾക്കുന്നത്. ഡിക്ലെയർ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ രാജ്യം രൂപം കൊണ്ടു. ലോകരാജ്യം തലവന്മാർ ഇമ്പോസിബിൾ ആണ്. കർത്താവ് അത് പോസിബിൾ ആണ്. ദൈവമായ കർത്താവ് അത് പോസിബിൾ ആണ്. യെസ്, ജീസസ് ജീസസ് ജീസസ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്. അവൻ എത്രയോ വിശ്വസ്തനാണ്. സഹോദരങ്ങളെ, ഈ പ്രവചന അടയാളങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? സുവിശേഷവൽക്കരണത്തിന് അത്യാവശ്യകതയാണ്. ദൈവവചനത്തിന്റെ കൊയ്ത്തുത്സവ നാളുകളിൽ വചനത്തിന്റെ കൊയ്ത്തുകാരായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീരോടെ പറയാം, കർത്താവേ, എന്നെ വ്യക്തിപരമായി അഭിഷേകം ചെയ്യണം, എൻ്റെ കുടുംബത്തെ അഭിഷേകം ചെയ്യണം, എൻ്റെ സമൂഹത്തെ, എൻ്റെ തലമുറകൾ അഭിഷേകം ചെയ്യണമേ, എൻ്റെ സഭയെ അഭിഷേകം ചെയ്യണമേ. നമുക്ക് എത്ര പേർക്ക് ആത്മാർത്ഥമായി കർത്താവിനോട് പറയാൻ പറ്റും? കർത്താവ് നൽകുന്ന ഈ കോളിനോട് യെസ് പറഞ്ഞ് നമ്മളെ തന്നെ ഒരു സമർപ്പണത്തിലേക്ക് നയിക്കാൻ പറ്റൂ. നിങ്ങൾ മുന്നോട്ട് വരണം. ആരും അടിക്കരുത്, ആരും ലജ്ജിക്കരുത്. മുന്നോട്ട് വരിക. കർത്താവിൻ്റെ വേലയ്ക്കായി നമ്മളെ തന്നെ സമർപ്പിക്കുക. കർത്താവിൻ്റെ മിഷനായി, ഇവാഞ്ചലൈസേഷനായി നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കും, മക്കളെ സമർപ്പിക്കും, തലമുറകളെ സമർപ്പിക്കും. ഇതൊരു സമർപ്പണത്തിനുള്ള സമയമാണ്. നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അടയാളങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സന്ദേശം മനസ്സിലാക്കി ദൈവവചനത്തിന് സാക്ഷ്യം നൽകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവ് പറഞ്ഞു, രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം കർത്താവിൻ്റെ വരവ് ആഗതമാകും, അന്ത്യമാഗതമാകും. ടൈം ഈസ് ഷോർട്ട്. വെളിപാട് 12:12. ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഷോർട്ട് ടൈം. ടൈം ഈസ് ഷോർട്ട്. ചുരുങ്ങിയ സമയം. ഇനി കഥ പറഞ്ഞിരിക്കാൻ നേരില്ല. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാനില്ല, പണം കളയാനില്ല, നമ്മുടെ സാധ്യതകളും കഴിവുകളും നഷ്ടപ്പെടുത്താനില്ല. ഈ ജീവിതം മുഴുവൻ കർത്താവിൻ്റെ മഹത്വത്തിനായി, അവൻ്റെ വചനത്തിൻ്റെ മുന്നേറ്റത്തിനായി നമുക്കതിനായി സമർപ്പിക്കാം സഹോദരൻ.